അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലി വസഹബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അമ്മാ ബഅദ്. അപ്പോൾ ഇന്ന് നമ്മൾ വായിക്കാനുള്ളത് 59-ാം പേജിൽ അൽ ഫസ്ലു സാലിസു ഫിൽ അത്വാലി. അപ്പോൾ മൂന്നാമത്തെ ഫസൽ, 3 ഫസലാണിത് ഉള്ളത്. മൂന്നാമത്തെ ഫസലിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു ചർച്ചയും കൂടി നമ്മൾ ഷാഴ് മുന്തനെ പറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ സോഷ്യൽ മീഡിയയിൽ 765 ml ഒരു മുദ്ദ് എന്ന ഒരു ചർച്ച ഒരാളെനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നൊരു ദിവസം പറയാം. അൽ ഫസ്ലു സാലിസു ഫിൽ അത്വാലി, തൂലുകളെക്കുറിച്ചാണ്. അഹമ്മു മാ നഹ്താജു ഇലൈഹി ഫിൽ അത്വാലി. അപ്പോൾ വസ്ന് പറഞ്ഞു, കൈല് പറഞ്ഞു, തൂല് പറയാൻ. ഇവിടെയാണ് നമ്മൾ ദിറാഇനെ കുറിച്ചും അപ്പോഴാണ് നമ്മൾ മസാഫത്തുൽ ഖസ്റിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുക. അഹമ്മു മാ നഹ്താജു ഇലൈഹി ഫിൽ അത്വാൽ തഖ്ദീറു ദിറാഇ ശർഈ ബിൻ നിളാമിൽ മിത്രി. പുതിയ സിസ്റ്റം അനുസരിച്ച്, മെട്രിക് സിസ്റ്റം അനുസരിച്ച് നമുക്ക് ശർഈ ദിറാഇൻ്റെ അളവ് നിർണ്ണയിക്കലാണ് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളത്. ഫഇന്ന അലൈഹിൽ മുഅവ്വല ഫി ഫഹ്മി കസീരിൻ മിനൽ മഖായിസ് ശർഈയ. ശർഈ മിഖ്യാസുകളിൽ കാര്യമായതും ഇതിൻ്റെ മേലിൽ അവലംബം ഇതിൻ്റെ മേലാണ്. വഖ്തലഫു ഫി തഖ്ദീർ ദിറാഇ ശർഈ ബിൻ നിളാമിൽ മിത്രി. അവർ ഖിലാഫിലാണ്. വലി തഖ്ദീരിഹി ബിഹി, നിളാമുൽ മിത്രി കൊണ്ട് ദിറാഇ ശർഈയെ കണക്കാക്കുന്ന വിഷയത്തിൽ അതിനുണ്ട് സുബുലുൻ, പല വഴികളുണ്ട്. തതഫാവതു സിഹത്തൻ വ ദിഖത്തൻ. സിഹത്തിലും ദിഖത്തിലും അതിനനുസരിച്ച് ഏറ്റ വ്യത്യാസം അപ്പോഴുണ്ടാവുകയും ചെയ്യും. യഖൂലു മഹ്മൂദ് ഫാഖൂരി, അദ്ദേഹത്തിൻ്റെ മൗസൂഅത്തു വഹ്ദാത്തുൽ ഖിയാസുൽ അറബിയ്യ വൽ ഇസ്ലാമിയ്യ എന്ന പുസ്തകത്തിൻ്റെ കിതാബിൻ്റെ 23-ാം പേജിൽ തുഷീറുൽ മസാദിറു, സോഴ്സുകൾ ചൂണ്ടുന്നു, ഇലാ അന്നഹു തൂജദു നിസബുൻ സാബിതത്തുൻ ബൈന ദിറാഇ ശർഈയ്യ വ ബൈന ബഅദി വഹ്ദാത്തി തൂലിൽ ഉഖ്റ. ദിറാഇ ശർഈൻ്റെയും മറ്റ് തൂലുകൾ കണക്കാക്കാനുള്ള യൂണിറ്റുകൾക്കുമിടയിൽ ഒരു സ്ഥിരമായ ഒരു ബന്ധമുണ്ട് എന്നാണ് സോഴ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, മറാജികളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഫഇദാ ഇസ്തതഅന അൻ നുഹദ്ദിദ തൂല ഇഹ്ദാ ഹാദിഹിൽ വഹദാത്ത് ബിഅത്വാലിനിൽ മുഅശ്ശറ. ഇപ്പോഴുള്ള അളവുകൾ കൊണ്ട് നമുക്ക് ഈ യൂണിറ്റുകളുടെ തൂലിനെ കണക്കാക്കാൻ കഴിഞ്ഞാൽ അംകാനാന തഹദീദു തൂലി ദിറാഇ ശർഈയ്യ, കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള അളവനുസരിച്ച് നിലവിൽ അവർ ദിറാഇ ശർഈൻ്റെയും അതുപോലെ ചില തൂലുകൾക്കുമിടയിൽ നിസ്ബകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏതെങ്കിലും ഒന്നിൻ്റെ പുതിയ അളവനുസരിച്ചുള്ള അളവ് കിട്ടിയാൽ നമുക്ക് ദിറാഇ ശർഈനെ മനസ്സിലാക്കാൻ പറ്റുമെന്നർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. പറഞ്ഞത് എന്താണെന്നുള്ള ഇപ്പം പറയും, മനസ്സിലാക്കി തരാം. ഫമിൻഹും മൻ ഖദ്ദറ ദിറാഅ ശർഈയ്യ. അപ്പോൾ അവരിൽപ്പെട്ടവരാണ് ദിറാഇ ശർഈനെ കണക്കാക്കിയവർ. ദിറാഇ എന്നുള്ളതിനെ ചിലർ മുഅന്നസായിട്ടും മുദക്കറായിട്ടൊക്കെ പ്രയോഗിച്ചാൽ കാണുന്നുണ്ട്. ഫമിൻഹും മൻ ഖദ്ദറ ദിറാഅ ശർഈയ്യ ബിഖിയാസാത്തിൽ കഅബത്തിൽ മുശറഫ അൽ വാരിദ ഫി താരീഖ്. കണ്ടില്ലേ, താരീഖിൽ വാരിദായ കഅബത്തുൽ മുശറഫയുടെ ഖിയാസുകൾ കൊണ്ട് ദിറാഇ ശർഈയെ കണക്കാക്കിയവരുണ്ട്. അപ്പോൾ ചരിത്രങ്ങൾ എഴുതിയവർ അതിൻ്റെ ഷാദർവാൻ്റെ അളവ് ഇത്രയാണ്, അത് റുക്ന് ഫുലാനി മുതൽ റുക്ന് അസ്വദ് മുതൽ ഷാമി വരെ ഇത്രയാണ്, ഇങ്ങനെയൊക്കെ എണ്ണിയ ആളുകൾ ഉണ്ടാവുമല്ലോ. എത്ര ചിറാണെന്ന് പറഞ്ഞവരുണ്ടാവും. പല കിതാബിലുണ്ട് എന്ന് ഉറപ്പാണ്.
ഇപ്പോൾ അവിടെ ഉള്ള അളവിങ്ങ് പിടിക്കുക, എന്നിട്ട് ഇത്രയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇങ്ങ് ഹരിക്കുക. അപ്പം നമുക്ക് ദിറാവ് 1 ഇത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടുമല്ലോ. ഇങ്ങനെയാണ് പറഞ്ഞത്. അതാണ് നിലവിലുള്ള അളവനുസരിച്ച് ഈ യൂണിറ്റുകൾ ഒന്ന് തിരിഞ്ഞാൽ ബാക്കിയെല്ലാം തിരിയും എന്ന് പറയാനുള്ള കാരണം അതാണ്. ومنهم من حاول فهمه بقياسات الأهرام في مصر. മിസ്റിലെ പിരമിഡുകളുടെ അളവ്, അതിൻ്റെ ആ മൂല മുതൽ ഈ മൂല വരെ ഇത്ര ദിറ ആണ് എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞാൽ ഇപ്പം പോയിട്ട് സെൻറ്റിമീറ്റർ അളന്നാൽ മതിയല്ലോ. എന്നിട്ട് ഇത്ര ദിറ എന്ന് പറഞ്ഞത് കൊണ്ട് ആ അത്ര കൊണ്ടങ്ങ് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒരു ദിറ ഇപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ആയെന്ന് മനസ്സിലാക്കാമല്ലോ എന്നർത്ഥം. ومنهم من حاول بمساحة سطح الماء ببركة المدرسة طيبرسية. അല്ലേ? അതെ, മദ്രസ തൈബറസയുടെ ബിർക്കത്തിലെ സത്ഹുൽ മായിൻ്റെ അളവ് ഒന്ന് നോക്കിയിട്ട് അത് ഇത്രയാണ് ദിറാണ് അടുത്ത സത്ഹുൽ മാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അപ്പോൾ അതിപ്പം പോയിട്ടുള്ള നോക്കുക, എന്നിട്ട് അപ്പം അത്ര അളവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഹരിച്ചു വെക്കുക. അപ്പോൾ ഒരു ദിറ ഇത്രയാണ് കിട്ടും. ഇതൊക്കെ വഴികളായിട്ട് പലരും അവലംബിച്ചതാണ്. വമിൻഹും മൻ ഹഖഖഹു ബിവാസിത്തത്തി വസ്നിൽ ഖുല്ലത്തൈനി. ഖുല്ലത്തൈനിയുടെ വസ്ന് കൊണ്ടും ദിറായിനെ തഹഖീഖാക്കിയവരും ഉണ്ട്. വമിൻഹും അലി ബാഷ മുബാറക്, അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. വലിഅ്തിബാരി ഇയ്യാഹു അദഖ വൈസറ ഉബയ്യനഹു ഹുന. ഞാൻ അവിടെ തിരഞ്ഞെടുക്കുന്നത് അതിനെയാണ്. അത് കൂടുതൽ ദഖീഖും കൂടുതൽ യൂസറും ഉള്ളതാണെന്ന് തോന്നിയിട്ട് അത് പറയാണ്. മദ്രസ തൈബറസിയിൽ പോകാനാവില്ല. മിസറിലെ പിരമിഡിൻ്റെ അളവ് ഞാൻ ഒരു 5-8 വട്ടം പോയി, കുറേ വട്ടം പോയെങ്കിലും എല്ലാവർക്കും പോകാൻ കഴിഞ്ഞുള്ളതില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ പോയി മീറ്റർ എടുത്ത് അളന്ന് പോകാൻ കഴിഞ്ഞുള്ളതില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഖിയാസാത്തുൽ കഅബ, അവിടെ ഭയങ്കര തിരക്കാ. അവിടെ പോയിട്ട് ഇപ്പോൾ അളക്കാൻ ആരാ വിടുന്നീങ്ങളാ? അതൊന്നും നടക്കൂല. ഇന്ന വസ്നൽ ഖുല്ലത്തൈനി മിനൽ മാഇ സ്വാഫി. അപ്പോൾ ഇത് ഖുല്ലത്തൈനുമായി ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കേസാണ്. അപ്പോൾ ഓരോരുത്തർക്കും വേഗം മനസ്സിലാക്കാം. ഇന്ന വസ്നൽ ഖുല്ലത്തൈനി മിനൽ മാഇ സ്വാഫി, ക്ലിയർ വെള്ളത്തിൽ നിന്നുമുള്ള 2 ഖുല്ലത്ത് തൂക്കം, അത് 1,91,250 ഗ്രാമാണല്ലോ. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വഹാദൽ ഖദറു നഫ്സുഹു ഫിൽ ഹജ്മി അയ്ളൻ. ഇതിൻ്റെ അളവ് നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ പറഞ്ഞതല്ലേ, ഇത് ഉൾക്കൊള്ളാനുള്ള സ്ഥലം എത്ര വേണം? 1,91,250 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലേ അളവ് വേണം ഇത് ഉൾക്കൊള്ളാൻ. കൃത്യമായിരിക്കും. ഫൽ ഖുല്ലത്താനി, അപ്പോൾ അതിൽ കൊള്ളുന്ന സാധനം അത്ര തന്നെ മില്ലി ലിറ്റർ ആയിരിക്കും. 1,91,250 മില്ലി ലിറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അളവ് 1,91,250 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അതിൽ കൊള്ളുന്ന സാധനം 1,91,250 മില്ലി ലിറ്റർ ആണ്. അതിൻ്റെ തൂക്കം 1,91,250 വസന എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കിട്ടി. ലിമാ ബയ്യന ഫിൽ ഫസ്ൽ സാബിഖി അന്നൽ മാ അസ്വാഫിയ യത്തഫിഖു വസ്നുഹു വഹജ്മുഹു ബിദറജത്തി ഹറാറത്തി 4 ഡിഗ്രി അവിയയിലേക്ക് സൂചിപ്പിക്കുന്ന മീമാണ് അല്ലേ? 4 ഡിഗ്രി ചൂടിൽ പിന്നെ വെള്ളത്തിൻ്റെ തൂക്കം എത്രയാണോ, വെള്ളത്തിൻ്റെ തൂക്കം 4 ഡിഗ്രി പിന്നെ അളവിൽ അത് എടുക്കുകയാണെങ്കിൽ 4 ഡിഗ്രി അളവുള്ളപ്പം വെള്ളം തൂക്കിയിട്ട് കിട്ടുന്ന വസ്ന്, അത് ഉൾക്കൊള്ളാനുള്ള അളവ് എത്രയാണ്? ആ വസ്ന് എത്രയാണോ അത്ര തന്നെ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. വബിത്താലി, അപ്പോൾ മനസ്സിലായി. അൽ ഖുല്ലത്താനി 1,91,250 സെൻറ്റിമീറ്റർ മുക്കഅബ് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. വകുല്ലു ഹാദിഹി സാബിത്തുൻ ഇൽമി, ഇതിലൊന്നും ആരും തർക്കിക്കൂല. ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത സംഗതികളാണ്. വഖദ് ഖാലൽ ഇമാമുൻ നബവി റഹിമഹുല്ലാഹ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി പറയാൻ നമ്മൾ ഇമാം നബവി പറഞ്ഞിട്ടുണ്ടല്ലോ, വഖദ്റുൽ ഖുല്ലത്തൈനി ബിൽ മിസാഹത്തി ദിറാഉൻ വറുബുൻ തൂലൻ വഅർളൻ വഉംഖൻ. 2 കുല്ലത്ത് വെള്ളം അളവ് കൊണ്ട് പറയുകയാണെങ്കിൽ 1.25 മുഴം നീളവും വീതിയും ആഴവുമാണ് അളവാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അളവിൽ കൊള്ളുന്ന വെള്ളം, അതാണ് മിസാഹത്ത് കൊണ്ട് പറഞ്ഞാൽ. ഇത് ഇമാം നബീൻ്റെ വാക്കാണ്, അതാണ് അതിൻ്റെ അളവ്. അപ്പോൾ 1.25 മുഴം വീതിയും നീളവും ആഴമുള്ളൊരു പാത്രം നിങ്ങൾ ടിന്നുകൊണ്ടോ തകരം കൊണ്ടോ അടിച്ചാൽ അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് 2 കൊല്ലത്ത് ഉറപ്പാണ്.
അത് 191 250, അതായത് 191 250 ലിറ്റർ ആയിരിക്കും. 191 ലിറ്റർ 1/4 ലിറ്റർ, അല്ലെങ്കിൽ 191 250 പിന്നെ എന്താണ് മില്ലി ലിറ്ററാണ്. അപ്പോൾ ഈ അളവ്, ഇത് ഉൾക്കൊള്ളുന്ന ഒരു പാത്രത്തിൻ്റെ അളവ് 1.25 മുഴം, ഒരേ എല്ലാ ഭാഗവും ഒരുപോലെ എടുക്കുകയാണെങ്കിൽ, നീളവും വീതിയും ആഴം എടുക്കുകയാണെങ്കിൽ, ഇത്ര അളവ് വെള്ളം അതിൽ കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ജാനിബ് എത്രയായിരിക്കും? അതിൻ്റെ മിസാഹത്ത് 1.25 മുഴമായിരിക്കും എന്ന് മനസ്സിലായില്ലേ? 1.25 കിട്ടിയാൽ പിന്നെ കാലങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഒന്നും മനസ്സിലാക്കാമല്ലോ, നമുക്കൊരു തിറ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇപ്പോൾ അളന്ന് നോക്കുക. ആ പാത്രം, ഈ അളവ് വെള്ളം, ഇത്ര തൂക്കിയിട്ടുള്ള വെള്ളം ഇടാനുള്ള ഒരു പാത്രം ഒരേ അളവിൽ തയ്യാറാക്കിയതിൻ്റെ ശേഷം അളന്ന് നോക്കിയാൽ, ഒരു ജാനിബ് അളന്ന് നോക്കിയാൽ കിട്ടുന്നത് 1.25 മുഴമെന്ന് മനസ്സിലാക്കാമല്ലോ. മനസ്സിലായല്ലോ ഇപ്പോൾ? കാരണം 1.25 മുഴമാണ് ഒരു 2 കൊല്ലത്തേനീൻ്റെ അളവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2 കൊല്ലത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്ന ഒരേ അളവിലുള്ളൊരു പാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജാനിബ് 1.25 മുഴമായിരിക്കും. 1.25 മുഴന്ന് പിടിച്ചെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു 1/4 ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഒരു മുഴം, ഒരു തിറ എത്ര സെൻറ്റിമീറ്റർ അത് കിട്ടുമല്ലോ, കിട്ടും. അത് കാണിച്ച് അതാ പറയാൻ പോകുന്നത്. ഫൈദാ അഖദനൽ ജിദ്റത കഈബിയ. ഇനി ഇതിപ്പോൾ 191,250 മില്ലി ലിറ്റർ കൊള്ളാനുള്ള പാത്രം ഉണ്ടാക്കാൻ ഒരു ജാനിബ് എത്ര സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ടാണ് തകരത്തിൻ്റെ ഷീറ്റ് മുറിക്കേണ്ടതെന്ന് നിങ്ങൾ വേദാറാകണ്ട. അതിന് വഴി നമ്മൾ ഉണ്ടാക്കി തരാം. ഈ അളവ് ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു പാർശ്വം, ഒരു ഭാഗം എത്ര വേണമെന്ന് ഇപ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. ഈ അളവിനെ നമ്മൾ അതിൻ്റെ ഈ ക്യൂബിക് സെൻറ്റിമീറ്ററിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഫൈദാ അഖദനൽ ജിദ്റത കഈബിയ, ക്യൂബ് റൂട്ട് നമ്മൾ എടുത്താൽ 191,250 എടുത്താൽ യഹ്സുലു 57.6148. അതാണ് കാണിച്ചത്. അതിൻ്റെ ക്യൂബ് റൂട്ടാണ് എടുത്തത്. 3 വട്ടം നിശ്ചിത സംഖ്യയെ ഗുണിച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരത്തിനാണല്ലോ നമ്മൾ എന്ത് പറയുക, ക്യൂബ് എന്ന് പറയുക, അല്ലേ? ആ ഏതൊന്നിനെയാണോ 3 വട്ടം ഗുണിച്ചത് ആ ഒന്നിനാണ് നമ്മൾ എന്ത് പറയുക, ക്യൂബ് റൂട്ട് എന്ന് പറയുക. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 സമം 625. 5 125, 125 625. അപ്പോൾ ഈ 625 എന്താണ്? 5ൻ്റെ ക്യൂബാന്ന് പറയാം. 625ൻ്റെ ക്യൂബ് റൂട്ടാണ് 5 എന്നും പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് കാൽക്കുലേറ്റർ കൊണ്ട് കിട്ടും. 191,250 എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്ററിലുണ്ട്. കാൽക്കുലേറ്റർ ഒന്ന് തിരിച്ചു പിടിച്ചാൽ ഒരുപാട് ഓപ്ഷൻ തിരിച്ചു വരും. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ അല്ല, തിരിച്ചെന്ന് പിടിച്ചിട്ട് കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കിയാൽ അധികം കാൽക്കുലേറ്റർ ഇപ്പം വരുന്നുണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ അല്ല കുറേ ഭാഗങ്ങളിൽ കിട്ടും. അതിൽ ഇങ്ങനെ ആക്കിയിട്ടുള്ളൊരു 3 എന്നിട്ടൊരു ചിഹ്നം ഉണ്ടാവും. അപ്പോൾ അതിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും, ക്യൂബ് റൂട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സംഖ്യ അത് 3 വട്ടം ഗുണിച്ചാൽ ഈ ഒരു സംഖ്യ കിട്ടുമെന്നർത്ഥം. അപ്പോൾ 191,250ൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ 57.6148 എന്ന് കിട്ടും. ഇത് സെൻറ്റിമീറ്ററാണ്. കാരണം ക്യൂബിക് സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട് എടുത്തത്. ഇപ്പോൾ ഇത് സെൻറ്റിമീറ്ററാണ്. ഇത് 1.25 മുഴത്തിൻ്റെ സെൻറ്റിമീറ്ററാണ്. ഇതിൽ നിന്ന് 5ൽ ഒന്നങ്ങ് വെട്ടിക്കളഞ്ഞാൽ 1 മുഴമായിട്ടുണ്ടാവും. കാരണം 1ഉം 4ഉം അല്ലേ, 1 എന്ന് പറഞ്ഞാൽ 4 കാലാണല്ലോ, പിന്നെ ഒരു 4, അതല്ലേ 1.25 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 5ൽ ഒന്നങ്ങ് ഒഴിവാക്കിക്കളഞ്ഞാൽ മതി. അപ്പോൾ 4 കാലുകൾ, 4 കാലാണല്ലോ 1. ഫഹാദൽ ഹാസിലു മിഖ്ദാറു ദിറാഇൻ വറുബഇൻ ഫി സെൻറ്റിമീറ്ററാത്ത്. ഈ കിട്ടിയ 57.6148 എന്ന് പറഞ്ഞാൽ 1.25 മുഴം സെൻറ്റിമീറ്ററിലാക്കി കിട്ടിയതാണത്. ഇദാ നഖസ്നാ മിൻഹു ഖുംസഹു, ഇതിൽ നിന്ന് നമ്മൾ ഖുംസിനെ ഇതിൻ്റെ 5ൽ ഒന്നങ്ങ് ഒഴിവാക്കിയാൽ യകൂനു ദിറാഇൻ ബി സെൻറ്റിമീറ്ററി. അപ്പോൾ 57.6148 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടിയത് 11.529296 അതിനെ നമ്മളതിൽ നിന്ന് കുറക്കാൻ പോവാണ്. 57.6148 നിന്ന് 11.529296 കുറച്ചപ്പോൾ 46.09184 കിട്ടി. അപ്പം ഫദ്ദിറാവ് ശറഇയ്യു, അതിനെ നമ്മൾ ശരിയാക്കി എടുത്തതാണ്, നിങ്ങൾക്കറിയാലോ. ഫദ്ദിറാവ് ശറഇയ്യത്തു 46.092 സെൻറ്റിമീറ്ററാണ്. ഇതിപ്പം 0.92 എന്നല്ലോ എടുത്തിങ്ങനെ നടക്കാൻ. 0.91 എന്നുള്ളത് 8.4 എന്നുള്ളത് നമ്മൾ 5ൻ്റെ മേലെ ആയാലും മാഷന്മാർ പറയലുണ്ട്, ഇങ്ങോട്ട് കൂട്ടും, ചെറിയൊരളവല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പം ഈ 8ൻ്റെ
ഇപ്പറുള്ള ഒന്നായതുകൊണ്ട് നമ്മൾ രണ്ടാക്കി അങ്ങോട്ട് ബാക്കി തന്നെ ഒഴിവാക്കുന്നതാണ് 0.92 എന്നിട്ട്. വലാ ബൗസ ഇത് നമ്മളിങ്ങനെ ഏറ്റി നടക്കണ്ട. വലാ ബൗസ ബിജാലി ദിറായി 46.1 എന്നങ്ങ് പറഞ്ഞാളെ നമുക്ക് അത്ര ഇല്ല, കുറച്ച് കുറവാണെങ്കിലും ലിസുഹൂലത്തിൽ ഹിസാബി ബാക്കി ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ള സാധനമായത്. ഫൈനൽ ഫർഖ ഈലുണ്ട്, കാരണം അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. എത്ര വ്യത്യാസം നോക്കി നോക്കിങ്ങൾ. ഒരു മർഹലയിൽ വരുന്ന വ്യത്യാസം കാണിച്ച താഴെ 51-ാം ടിപ്പണി 48 ഹാഷിമി മീലാണല്ലോ. അപ്പോൾ 6000 ദിറാണ് ഒരു ഹാഷിമി മീല് അല്ലേ? 6000 ദിറാണ്. ഒരു ദിറായി എന്ന് പറഞ്ഞാൽ 46.1 സെൻറ്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ 48 ഹാഷിമി മീല് 6000 ദിറാണ് ഒരു ഹാഷിമി മീല്. ഒരു ദിറായി 46.1 എന്ന് പറയുമ്പോൾ 132,768 എന്താണ് 132,768 മീറ്റർ. ഇപ്പോൾ കിട്ടിയ സെൻറ്റിമീറ്ററാണ്, കാരണം 46.1 സെൻറ്റിമീറ്റർ ആണല്ലോ. സെൻറ്റിമീറ്റർ കൊണ്ട് ഗുണിച്ചാൽ പിന്നെ സെൻറ്റിമീറ്ററിൽ ഇട്ടുക. സെൻറ്റിമീറ്റർ 100 എണ്ണല്ലേ മീറ്റർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് അങ്ങനെ വായിക്കാം. 132,768 മീറ്റർ. 1000 മീറ്ററാണ് കിലോമീറ്റർ. അപ്പോൾ 3 സ്ഥാനം ഇപ്പുറം പോയിന്റ് ഇട്ടാൽ 132 കിലോമീറ്ററും 768 മീറ്ററും എന്ന് മനസ്സിലാക്കാം. ഇത് മസാഫത്തുൽ ഖസറാണ്. അപ്പോൾ മസാഫത്തുൽ ഖസറിൽ ആണ് ഇപ്പം നമുക്ക് ദിറായ് പ്രകാരമേ ആവശ്യം വരുന്നത്. അവിടെ ഈ നമ്മളിപ്പോൾ പോയിന്റ് കളി 46.1 ആക്കിയത് കൊണ്ട് വലിയൊരു എഫക്ഷനൊന്നും അവിടെ വരുന്നില്ല. നിങ്ങൾ ഉള്ളതുപോലെ ഗുണിച്ചാലോ 48 × 6000 × 46.092 എന്ന് പറഞ്ഞാൽ 132,744,96 അല്ലേ? അപ്പോൾ രണ്ടാമത് ഗുണിച്ച് കിട്ടിയതിനെ ഒന്നാമത് ഗുണിച്ച് കിട്ടി കുറച്ച് കൂടിപ്പോയി എന്നല്ലേ വിഷയമുള്ളത്. അതും കുറച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പം ആയത്? പിന്നെ 23.04 23 മീറ്റർ ഫഖത്ത് ഫിൽ മർഹലത്തൈനി അല്ലേ? 2 മർഹലയിൽ 23 കൂടിപ്പോയി എന്നേ വിഷയമുള്ളൂ അല്ലേ? നമ്മൾ പറയൂ അതുകൊണ്ട് പ്രശ്നമില്ല, കൂടിപ്പോയതല്ലേ, ഇത്ര ഉണ്ടെങ്കിലേ കസറാക്കാവെന്ന് പറയും. അപ്പോൾ ഇത്ര വേണ്ടിയില്ല, ഇതിനേക്കാൾ 23 കുറഞ്ഞാലും കസറാക്കാന്നാ വരേണ്ടത് എന്നർത്ഥം. ഓക്കെ, എന്നാൽ അത് വ്യത്യാസം മനസ്സിലാക്കിയ അന്നിസബു ബൈന ദുറാനി ദിറായുകൾക്ക് തമ്മിലിടയിൽ നിസ്ബകളുണ്ട്, പരസ്പര ബന്ധങ്ങളുണ്ട്. അത് പറയാൻ പോവാം. അപ്പോൾ ദിറായ് ഇപ്പം 46.1 നമ്മൾ പാസ്സാക്കി വെച്ചു. അത് പാസ്സാക്കിയ വഴി എന്താണ്? വസ്നുൽ ഖുല്ലത്തൈനിയാണ്. വസ്നുൽ ഖുല്ലത്തൈനി നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് ഖുല്ലത്തൈനി എന്ന് പറഞ്ഞാൽ 500 റാത്തൽ എന്നിട്ട് കിട്ടിയതാണ്. റാത്തലിൻ്റെ വസൻ എവിടെ നിന്ന് കിട്ടിയതാണ്? റാത്തലിൻ്റെ വസന് നമുക്ക് പിന്നെ ദിർഹം കൊണ്ട് കണക്കാക്കിയതാണ്. 128,407 എന്ന് പറഞ്ഞതാണ്. ദിർഹമിൻ്റെ വസൻ എവിടെ നിന്ന് കിട്ടിയതാണ്? അത് മിസ്കാലിൻ്റെ വസനം എന്ന് കിട്ടിയതാണ്. മിസ്കാൽ എവിടെ നിന്ന് കിട്ടിയതാണ്? അതുപോലെ ഹബ്ബത്ത് കൊണ്ടെല്ലാം കണക്കാക്കിയെങ്കിലും ഇപ്പം നമ്മൾ കണക്കാക്കിയത് മ്യൂസിയങ്ങളിൽ നിന്ന് പുരാവസ്തു ശേഖരങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. അത് ഈ പറഞ്ഞ കണക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒക്കുന്നുണ്ട്, അങ്ങനെ സ്ഥിരീകരിച്ചതാണ്. അപ്പം നമുക്ക് മിസ്കാലിൻ്റെ വസനം എന്നാണ് ദിറായിൻ്റെ ദൂരം കിട്ടിയത്. അങ്ങനെയാണ് മസാഫത്തുൽ ഖസർ കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ഇസ്തിഖറാജൊക്കെ വന്നത്. അന്നിസബു ബൈന ദുറാനി വ ഇൻ കാനത്തി ദിറാഉ ഫിൽ അസ്ലി തൂല ദിറാഇൽ ഇൻസാൻ. ദിറാഅ് എന്ന് പറഞ്ഞാൽ അസ്ലിൽ മനുഷ്യൻ്റെ ദിറായിൻ്റെ നീളമാണ് അസ്ലിൽ. അല്ലത്തി തുആതുൽ ഹവാലൈ 50 സെൻറ്റിമീറ്റർ, ഏതാണ്ട് അര മീറ്റർ, 50 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് അതിൻ്റെ അസ്ലെങ്കിലും ഇല്ല അന്നഹ അസ്ബഹത്ത് വഹദത്തൻ ലിത്തൂൽ, അത് അളക്കാനുള്ളൊരു യൂണിറ്റ് ആയി മാറിയിട്ടുണ്ട്. ലാ അലാഖത്തലഹ ബിദിറാഇൽ ഇൻസാൻ, ഇപ്പോൾ ഇൻസാൻ്റെ കൈയൊന്നും ആരും നോക്കാറില്ല. ഫതഅദ്ദദത്ത് അൻവാഉഹ, അങ്ങനെ അതിൻ്റെ ഇനങ്ങൾ ഒരുപാട് മോഡലുകളായിട്ടുണ്ട്. വഖ്തലഫത്ത് അത്വാലുഹ, അവകളുടെയൊക്കെ തൂലുകളും വ്യത്യാസമാണ്. ബിതഅദ്ദുദിൽ ബുൽദാൻ വഖ്തിലാഫിൽ ഉസൂർ, കാലം മാറുമ്പോൾ നാടുകൾ മാറുമ്പോൾ. അതുകൊണ്ടാണ് ദിറാഉൻ നജ്ജാർ, ദിറാഉൽ ഹദീദ്, ദിറാഉൽ ശറഈ, ദിറാഉൽ ഉർഫി, പല സംഗതികളുണ്ട്. ഹത്താ ബലഗ അദദുഹ ഖുറാബത്ത 30 ദിറാഅൻ, ഒരു 30 ദിറാഅ് വേണേൽ നമ്മൾ കണ്ടിത്തരും. മഹ്മൂദ് ഫാഖൂരി പറഞ്ഞതാണത്, ഞാൻ പറഞ്ഞതല്ല. അമ്മ മുറാദുഹും, അങ്ങനെ 30 പഠിക്കാനൊന്നും നമ്മളെ കൊണ്ടാവില്ല. അവരുദ്ദേശം ഹൈസു ഖാലൂ ഇന്നൽ ഖുല്ലത്തൈനി ബിൽ മിസാഹത്തി ദിറാഉൻ വറുബുൻ തൂലം വഅർളൻ വഉമുഖൻ എന്ന് പറഞ്ഞിടത്ത് ഓലെ ദിറാദശ്. അതുപോലെ വഹൈസു ഖദ്ദറു മസാഫത്തൽ ഖസ്റി ബി 6000 ദിറാഇൻ, മസാഫത്തുൽ ഖസ്ർ 6000 ദിറാൻ എന്ന് പറഞ്ഞപ്പോഴും അവരെന്താ ഉദ്ദേശിച്ചത്? ഫദിറാഉൽ ആദമിയാണ് ഉദ്ദേശിച്ചത്.
വഹിയ ദിറാഉ ശർഇയ്യത്തു, അത് തന്നെയാണ് ദിറാഉ ശർഇ. വഹിയൽ മുസമ്മാത്തു അയ്ളൻ ദിറാഅൽ അമ്മഹ വദിറാഅൽ മുകസ്സറ വദിറാഅൽ ഖിയാസ് വദിറാഅൽ കിർബാസ് വദിറാഅൽ അറബ്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അതൊക്കെ ഒന്നാന്ന് പറഞ്ഞാൽ പോരാലോ. വഹാദിഹി നുസൂസുഹു ഖാല ശൈഖുൽ ഇസ്ലാം സക്കറിയ്യ റഹിമഹുല്ലാഹ് വൽ മുറാദു ബിദിറാഇ ഫിൽ മുറബ്ബഇ. നമ്മൾ മുറബ്ബഇൻ്റെ അളവ് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ച ദിറാഅ് കൂട്ടരെ ദിറാഉൽ അദമിയിൽ മദ്കൂരി ഫി ഖസ്രി സലാത്തി. ഖസ്റു സലാത്തിൽ പറഞ്ഞതും ഉളൂൻ്റെ ആവ് പറഞ്ഞ വെള്ളത്തിൻ്റെ അടുത്ത് പറഞ്ഞതും ഒന്നാണ് ഇപ്പം കിട്ടി. ഖാലഹുൽ ഇസ്നവിയു, ഇസ്നവി എന്നും പറയാം, അസ്നവി എന്നും പറയാം. വഗൈറുഹു വഹുവ ശിബ്റാനി തഖ്രീബൻ, അത് ഏതാണ്ട് 2 ശിബ്റുകളാണ്. ഖാലൽ ബുജൈരിമി ഫഹുവ 6000 ദിറാഇൻ വൽ മുറാദു ദിറാഉൽ അദമിയ്യി. ഓക്കേ. ഖാല ശൈഖുൽ ഇസ്ലാം സക്കറിയ റഹിമഹുല്ലാഹ് വല്ലാഹിറു അന്നൽ മുറാദ ബിഹി ദിറാഉൽ യദിൽ മുഅ്തബറു ഫി മസാഫത്തിൽ ഇമാമി വൽ മഅ്മൂമി വഫിൽ ഖുല്ലത്തൈനി. അപ്പോൾ അവിടെയും പരിഗണിക്കുന്നതാണ് ഈ ഖുല്ലത്തൈനിയിൽ മാത്രമല്ല ഇമാം മഅ്മൂമിൻ്റെ ഇടയിലുള്ള ദൂരമൊക്കെ പറഞ്ഞെടുത്തൊക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ദിറാഉൽ യദ് എന്ന് പറഞ്ഞാൽ ദിറാഉൻ ശർഇയ്യാന്ന് നേരെ ചൊവ്വേ മൗസൂഅത്തുൽ ഖിയാസിൽ അതുണ്ട് താനും. മനസ്സിലായില്ലേ? ആയിക്കോട്ടെ, ഇത്രയും മതി ഇന്ന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.